വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ BJPക്കെതിരെ KCBC ആശങ്കപ്പെടേണ്ടെന്ന് BJP പറഞ്ഞാലും പരിണിത ഫലങ്ങൾ വരുമ്പോൾ ആരും ഉണ്ടാവില്ല. വ്യവസ്ഥകളിൽ ആശങ്കകളുണ്ടെന്നും KCBC വക്താവ് ഫാദർ തോമസ് തറയിൽ 24 പറഞ്ഞു. അല്ല, ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് അവർ പറഞ്ഞിട്ട് ഈ നിയമം പാസ്സായി കഴിഞ്ഞ് ഇതിൻ്റെ പരിണിത ഫലങ്ങൾ വരുമ്പോൾ ഇവരാരും ഉണ്ടാവില്ല. അതല്ല നമുക്ക് വേണ്ടത്. നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിന് നീതിയുടെ ഒരു പിൻബലം വേണം. ഇത് വാസ്തവത്തിൽ ഈ നിയമം ഒരു സാമൂഹ്യ നീതിക്കും സാമാന്യ നീതിക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും വിരുദ്ധമാണ്. ക്രിസ്മസിന് വരികയോ ഈസ്റ്ററിന് വരികയോ ഒക്കെ ചെയ്യുമെന്ന് പറയുന്നത് എല്ലാവരും വരും, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദവും സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കും. അത് ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന മാന്യമായുള്ള ജീവിതത്തിൻ്റെ ഭാഗമാണത്. പക്ഷേ നയങ്ങളും നടപടികളും എന്ന് പറയുന്നത് അത് ചേർന്ന് നിൽക്കേണ്ടതാണ്. അതേസമയം ദേശീയ ന്യൂനപക്ഷ ക്രൈസ്തവ സഭ എന്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്തെന്നാ പറഞ്ഞ? ഇവിടെ ക്രൈസ്തവ സഭ ഇവിടെ എന്തെങ്കിലും പൊതുപണം അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ ക്രൈസ്തവ സഹോദരങ്ങൾ മറ്റുള്ള രാജ്യത്തുള്ളവർ അവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു അംശം അവരുടെ ഇവിടെയുള്ള സഹോദരങ്ങളെ സഹായിക്കാനായിട്ട് അവർ തരുന്ന തുകയാണ്. അതിവിടെ കൊണ്ടുവന്നിട്ട് അത് ഞങ്ങൾ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അത് ഉപയോഗിക്കുന്നത്, അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ക്രൈസ്തവ സഭയുടെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും ഇവിടെ ക്രൈസ്തവരെയൊക്കെ കൂടുതൽ അതിൻ്റെ സഹായം കിട്ടുന്നതും അതിൻ്റെ ഉപകാരം ലഭിക്കുന്നതും മറ്റുള്ളവർക്കാണ്, മറ്റുള്ള സഹോദരങ്ങൾക്കാണ്. ഞങ്ങൾക്ക് അവിടെ ക്രൈസ്തവരെന്നോ അക്രൈസ്തവരെന്നുള്ളൊരു വേർതിരിവില്ല. സംഘടനാപരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരോടും ഒപ്പം ചേർന്നുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കാനായിട്ടാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത്. ബില്ലിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗവൺമെൻറ്റിനെ എതിർക്കുക എന്നുള്ളതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ഗവൺമെൻറ്റിനെ ഈ ബില്ലിനകത്ത് ഇന്ന അപകടങ്ങളുണ്ട്, ഇത് പലതരത്തിലാകാം. ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ് ആയിരിക്കാം, നാളെ മറ്റൊരു ഗവൺമെൻറ് ആയിരിക്കാം വരുന്നത്. ഞങ്ങൾ ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യുമെന്ന് പറയുന്നില്ല. നാളെ വരുന്നൊരു ഗവൺമെൻറ്റാണെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു മുൻകരുതലുണ്ടായിരിക്കണം. ഈ ഗവൺമെൻറ് വേണമെങ്കിൽ ചെയ്യും, ഏത് ഗവൺമെൻറ് വേണമെങ്കിലും ചെയ്യാം. അത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന അല്ലെന്ന് വരിൽ ഇപ്പം നമുക്കറിയാം പല ഏജൻസികളെയും പലരും ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഏജൻസികളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിച്ച് നമ്മൾ ഓരോരുത്തരുടെ ഇച്ഛയ്ക്ക് നിൽക്കുന്നില്ലെന്ന് വരിൽ അവർക്കൊക്കെ ഇത് ദുരുപയോഗപ്പെടുത്താനായിട്ട് പറ്റും. സ്വാഭാവികമായിട്ട് ലോക്സഭയിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം കൂടുതൽ ഉയർത്താനുള്ള സാധ്യത. പക്ഷേ അവരെല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകളിലാണ് കേരളത്തിൽ, നാട്ടിൽ. അപ്പോൾ അന്ന് താങ്കൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു MP-മാർ ഫോൺ പോലും എടുക്കാത്ത സാഹചര്യമാണെന്ന്. അപ്പോൾ ഈ MP-മാരെ എങ്ങനെ സമീപിക്കാനാണ് CBC എടുക്കുന്നത്? നമ്മൾ പലതരത്തിൽ അവിടെയുള്ള കേരളത്തിലുള്ളവരാണ്, കേരളത്തിലുള്ള സഭയുടെ നേതൃത്വം അവരെ കാണാൻ അല്ല. ഇപ്പം അവരെല്ലാവരും കേരളത്തിൽ സഭയുടെ നേതൃത്വത്തെ അങ്ങോട്ട് കാണാൻ ചെല്ലുന്ന സാഹചര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം അവിടെയുള്ള അഭിമന്യ പിതാക്കന്മാർ, അതുപോലെ തന്നെ സഭയുടെ നേതാക്കൾ, അതുപോലെ മറ്റു സാമൂഹിക പ്രവർത്തകർ, അതുപോലെ തന്നെ മറ്റു മത നേതാക്കളെല്ലാം ഇവർ ഈ കാര്യങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ഈ നമ്മുടെ MP-മാരോട്, തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളോടല്ലാതെ നമ്മൾ ആരോടാണ് പറയുക? അവരെ നമ്മൾ പലതരത്തിൽ പറയാനായിട്ട് പരിശ്രമിക്കുന്നു. കേരളത്തിൽ നിന്നാണ് ഭൂരിപക്ഷം കോൺഗ്രസ് MP-മാരുള്ളത്, പിന്നെ ബംഗാളുള്ളത്, തമിഴ്നാടുള്ളത്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് MP-മാർ എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ലോക്സഭയിൽ എത്തണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ടോ? തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ബില്ല് അവതരിപ്പിക്കുന്നുണ്ടെന്ന് വരിൽ ഉത്തരവാദിത്തപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രതിനിധികൾ എന്ന നിലയിൽ അവർ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന് അപകടകരമായ രീതിയിലേക്ക് വന്നേക്കാമെന്നുള്ള ഒരു ബില്ലുണ്ട് എന്ന് വരിൽ അതിൽ ചർച്ച ചെയ്യുവാനായിട്ടും അതിന് അതായത് ശരിയായ ഒരു ദിശ കൊടുക്കാനായിട്ടും അവർ പാർലമെന്റിൽ എത്തണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, ഓരോ തെരഞ്ഞെടുപ്പും നമ്മൾ തെരഞ്ഞെടുപ്പ്
നമുക്ക് വേണ്ടുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയല്ലേ. അവരുടെ ഉത്തരവാദിത്തങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധിക്കുന്നില്ലെന്ന് വരെ പിന്നെ എന്തിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? തെരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനേക്കാളും പ്രധാനപ്പെട്ടതാണ് അവരൊരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തിൻ്റെ സിറ്റിസൺസിന്, രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ സമ്പാദിക്കാനായിട്ട്. CBSE വക്താവ് ഫാദർ മാത്യു കുഴക്കൽ സംസാരിക്കുകയായിരുന്നു. ഈ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. FCRA നിയമ ഭേദഗതി ഉണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്കകളാണ് എന്ന് ആവർത്തിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കേവലാശങ്കകളല്ല, ശരിയാവണ്ണം അതിന്റെ പ്രവർത്തനത്തെ തന്നെ, സഭകളുടെ പ്രവർത്തനത്തിന് മന്ദീഭവിപ്പിക്കുന്ന ആശങ്കകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.